കർത്താവിന് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും പകരുകയാണെങ്കിൽ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് 12-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്യങ്ങളിൽ ഇത് പ്രതിപാദിച്ചിരിക്കുന്നു. ഈ 12-ാം അധ്യായത്തിൽ കർത്താവ് ആ ഒരു ഉപമ പറഞ്ഞതിന് ശേഷം ചില വിഷയങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. അതിന്റെ 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കരം കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ചില ക്വസ്റ്റ്യൻസ്, കർത്താവിനെ കൊടുക്കുവാനായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ 18 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ. ദാവീദിന്റെ പുത്രനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉയരുന്നു. 35-ാമത്തെ വാക്യം തൊട്ട് 37-ാമത്തെ വാക്യം വരെ പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളിലാണ് കർത്താവിന്റെ കൽപ്പനയെക്കുറിച്ച് പറയുന്നതാണ് 12-ന്റെ 30, 31 വാക്യങ്ങളിൽ. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വിധവ ഓഫറിങ് ചെയ്യുന്നതാണ്. അവിടെ വഴിപാട് അർപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ വിധവ അവിടെ ഉപജീവന മാർഗം മൊത്തം ഉള്ള, അവിടെ അവള് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ കാശും, അവിടെ ഉപജീവന മാർഗം മുഴുവൻ അവൾ ആ ട്രഷറി, ആ ഭണ്ഡാരത്തിൽ അവിടെ ഇടുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊടുത്തു. കർത്താവ് അവിടെ അവളെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അവിടെ വരുന്ന ജനത്തെ കർത്താവ് ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ 41, 44 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ധനവാന്മാർ വന്ന് അവരുടെ സമൃദ്ധിയിൽ അവര് ഓഫറിങ് ചെയ്യുന്നുണ്ട്. ഈ വിധവ അവിടെ ഉപജീവന മാർഗം ഒക്കെയും, അവിടെ ഉപജീവനത്തിന്റെ എല്ലാ അവിടെ സമ്പാദ്യം മുഴുവൻ അവിടെ അർപ്പിക്കുകയാണ്. കർത്താവ് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കും. നമ്മളെ കർത്താവ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ദിനം നമ്മളെ ഒബ്സർവ് കർത്താവ് ചെയ്യുന്നുണ്ട്. അതാണ് കർത്താവ് അവിടെ പറയുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ എന്നെ സ്നേഹിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിനെ നമ്മൾ കൊടുക്കുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കുക. അതാണ് ആ വിധവയെ അവിടെ ചെയ്തത്. കർത്താവ് അതുകൊണ്ട് അവളെ അവിടെ ഒബ്സർവ് ചെയ്തു. അതാണ് അവര് ആ ശിഷ്യന്മാരോട് അവിടെ പറയുകയാണ്, കണ്ടോ അവള് അവിടെ ഉപജീവന മാർഗം മൊത്തം അവളിട്ടു. നമ്മൾ നോക്കുകയാണെങ്കിൽ പറയും, കണ്ടോ അവളൊരു വിധവയായ സ്ത്രീയാണ്, അവള് മുഴുവൻ കാശും ആ ട്രഷറിയിൽ അവള് ഇട്ടു, ആ ഭണ്ഡാരത്തിൽ അവള് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ ധനവാന്മാരും അവിടെ കൊടുത്തു, അവിടെ അർപ്പിച്ചു. പക്ഷെ ദൈവം പ്രസാദിച്ചത് ആ വിധവ ആ 2 കാശ് അവിടെ ഒരു കോയിൻസ്, ചെറിയ ഏകദേശം ഒരു സെന്റ് മാത്രമേ ഉള്ളൂ, അവിടെ ആ ഉപജീവന മാർഗം മൊത്തം അവിടെ അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും പകരുകയാണെങ്കിൽ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും, നമ്മൾ മറ്റുള്ളവരോട് വചനം പറയുകയാണ്, അത് പൂർണ്ണ ആത്മാവോട്, കർത്താവിൻ്റെ ഒരു ആത്മാവിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 6-ന്റെ 5, 7 വാക്യങ്ങളിൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് നീ ഉപദേശിച്ചു കൊടുക്കുകയും, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നിന്റെ കുഞ്ഞുങ്ങൾക്കത് നീ ദൈവത്തിന്റെ കൽപ്പനയെ നീ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ചില ചോദ്യചിഹ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉന്നയിച്ചിരിക്കാം. കരം കൊടുക്കുന്ന കാലത്ത് ചോദിക്കുന്നുണ്ട്, പുനരുത്ഥാനത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവൻ ദൈവപുത്രൻ എന്ന്, ദാവീദിന്റെ പുത്രനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ്, കർത്താവിനെ കൊടുക്കുവാനുള്ള ചില ചോദ്യങ്ങൾ നിന്റെ ജീവിതത്തെ ചോദിച്ചേക്കാം. പക്ഷെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി പൂർണ്ണ മനസ്സോടും കൂടി കൊടുക്കുകയും ചെയ്യുമ്പോൾ, കർത്താവിനെ
നിന്റെ ആത്മാവ് കർത്താവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തരും. അനുദിനം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, അനുദിനം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, അനുദിനം ദൈവം നമ്മളെ ലജ്ജിപ്പിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സൂക്ഷിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് 119:2-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ലെന്ന് 119 സങ്കീർത്തനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 146:9 പറയുന്നു, വിധവയെയും അനാഥനെയും സംരക്ഷണം ചെയ്യുന്ന ദൈവം. ഒരുപക്ഷെ നിനക്ക് നഷ്ടമായി തോന്നിയേക്കാം, ഒരുപക്ഷെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ചില ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിനക്ക് നിന്റെ ജീവിതത്തിൽ ആരോടും പറയാൻ വയ്യാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിന്മേൽ ദൈവം മറുപടി അയക്കുവാൻ ശക്തനാണ്. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.